എന്റെ ദൈവമേ, എത്ര വർഷം വേനലായിട്ട് കിടന്നൊരു നാടായത് അവസാനം ഒരു യാഗം നടത്തിയിട്ടാണെങ്കിലും മഴയൊന്ന് പെയ്ച്ചല്ലോ. എന്റെ പൊന്നു ഋഷിശൃംഗ, നിനക്ക് ഒരുപാട് നന്ദിയുണ്ടേ. നാളെ തൊട്ട് പുല്ല് കുളിക്കണം, അത് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. എന്തൊരു മഴ ഭഗവാന്, ഇത് പെയ്യിപ്പിച്ചത് ഞാൻ, ഇത് നിർത്താനും പെടുന്ന പാട് ഭഗവാൻ. ഇത് എന്തിങ്ങനെ നിക്കുന്നത് ഈ മഴ? ഇതിങ്ങനെ ആ വൈശാലി ആണെങ്കിൽ കാണാനും ഇല്ല. ഇത് ആര് കടയുടെ ഫ്രണ്ട് കിടന്ന് പിറുപിറുത്തോണ്ട് പറഞ്ഞു? നാം ഋഷിശൃംഗൻ. ഒയ്യോ, അടിക്കല് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പേര് മാറ്റാം. ഉച്ചിമുടി എന്ന് വിളിച്ചാലും മതി, ഉച്ചിമുടി എന്ന് വിളിച്ചാലും മതി. അതല്ലെന്ന് പൊടി തൊടുത്തിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. മഹാനുഭവ, ഞങ്ങളുടെ വേനല് മാറ്റി മഴ പെയ്ച്ചെന്ന മഹാനുഭവ, അങ്ങക്ക് കോടി പ്രണാമം. അടുത്ത സീങ്കത്ത് ഏതാണ്? കൊട്ടാരമാണോ അതാ പൂങ്കാവനാണോ? അല്ല ബാലയ സീനല്ലേ? ബാല കളിച്ചതല്ല, പിന്നെ നിങ്ങളെ കണ്ടതിൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, സ്കിറ്റിലുള്ള പറഞ്ഞാൽ മതി, കൈ നിട്ടാ പോവും, അറിയാം. പിന്നെ യാഗമൊക്കെ എങ്ങനെ പോയി? യാഗം എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഞാൻ നിർത്തി അങ്ങ് പൊരിച്ച്. അവസാനത്തെ എന്റെ ഒരു ചെയിൻ സോങ് ഉണ്ടായിരുന്നു, സിരിക്കി വെച്ചാ സിക്കാപ്പക്കാ ബോൾ. ആ സമയത്ത് എന്റെ പൊന്നെ മഴ ചറപറാ ഇഞ്ഞ് വീണ് 2 ആലിപ്പഴ എക്സ്ട്രാ ആയിട്ട്. എനിക്ക് വരാൻ പറ്റില്ലെന്നേ, ഭാര്യ മക്കളൊക്കെ വന്നു, എനിക്ക് വരാൻ പറ്റില്ല. എന്ത് പറ്റി വരാൻ പറ്റാത്ത? ഈ സ്ഥാപനം നമ്മൾ ഇങ്ങനെ തുറന്നിട്ടിട്ട് കള്ളന്മാരെന്തെങ്കിലും എടുത്തോണ്ട് പോകൂലേ? ശരിയാണ്, കള്ളന്മാര് ഈ വാഴയ്ക്കൊപ്പം വടയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 4 തലമുറയ്ക്ക് ജീവിക്കും. അല്ലേ? അതുകൊണ്ട് പാടാണ്, വരാത്ത എന്തായാലും നന്നായി. ഋഷിശൃംഗന് ഒരു ചായ വേണോ അതോ ചായ വേണോ? അല്ല, ചായ വേണോ. ഓ, അപ്പൊ ചായ മാത്രമേ ഉള്ള ഇവിടെ? ഇവിടെ എന്തോന്നിട്ട് അൽഫാം കിട്ടുമോ? കാട്ടില് നമ്മള് കലമാന്റെ പാലാണ് കുടിക്കാറ്. ഇവിടെ കലമാന്റെ പാല് കിട്ടൂല, കമലമ്മേരെ വീട്ടിൽ നിന്നാണ് പാല് കൊണ്ടുവരുന്നത്. വേണേ അത് വെച്ച് 1 ഗ്ലാസ് ചായ ഞാൻ ഇട്ട് തരാം. ഏതെങ്കിലും കലക്കിത്താ. ഓ പൊന്നേ, ആ വൈശാലി ആണെങ്കിൽ കാണാനും ഇല്ല. യാഗം നടത്തുന്നവരെ ചെയ്യ് മഴ പെയ്യ്ക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ച് നിന്ന്. ഇത് കഴിഞ്ഞപ്പോ അവളെ കാര്യം നോക്കിപ്പോയി. കാട്ടിലൊക്കെ എങ്ങനെയാണ്? എന്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കാലിൽ നോക്കി സംസാരിക്കൂ? അതല്ലെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞതേ, നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയാം. ചായ കുടി. പിന്നെ ഇവിടെ എങ്ങും ആരെയും കാണാനില്ല, തിരക്കില്ലല്ലേ കടയില്? കടയിൽ പൊതുവെ ഇപ്പൊ ആളൊന്നും വരാറില്ല, എല്ലാവർക്കും അങ്ങ് പരാതി. എന്താ പരാതി? എനിക്ക് വൃത്തിയില്ല പോലും. പിടിച്ചേ വൃത്തിയില്ലായ്മയ്ക്കുള്ള 1ാം സമ്മാനം ഇരിക്കട്ടെ, അങ്ങോട്ട് മാറ്റി. അതൊക്കെ പോട്ട്, എന്ത് കറങ്ങി തിരിഞ്ഞ് എന്റെ കടയിലോട്ട് വന്നത്? വൈശാലി എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന്, അറിയാലോ? അറിയാം. ഈ വൈശാലി എന്നെ അവിടെ വന്ന് വിളിച്ചോണ്ട് നേരെ യാഗത്തിന് കൊണ്ടുവന്ന് യാഗം നടത്തുന്നത് വരെ ഭയങ്കര കാര്യം. കമ്മിറ്റിക്കാരെല്ലാം നിരന്ന് നിന്നിട്ട് യാഗം ചെയ്യും, മഴയില്ല, യാഗം ചെയ്യും, ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. ഞാൻ ഈ മഴ പെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പം ഈ വൈശാലിയും കാണാനില്ല, കമ്മിറ്റിക്കാരെയും കാണാനില്ല. 2 കരിമ്പും തണ്ടും 4 ബലൂണും മാത്രം യാഗശാലയിൽ. ഞാൻ പിന്നെ എങ്ങനെ ഇനി കാട്ടിലേക്ക് പോകും? നീ കാട്ടിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്? അപ്പൊ ഈ വന്ന വഴിക്ക് വഴി നോക്കി വെക്കണമായിരുന്നു തിരിച്ചു പോകാനുള്ളത്. ഞാൻ വന്നത് ആരെ പിറകെന്നറിയാവോ? വൈശാലിയുടെ പിറകെയാണ്. മാമൻ പിറകെ ഒന്ന് നടന്നു നോക്കണം. തിക്കട വിടും. എന്റെ പൊന്നേ, ഞാൻ മലനിരകളൊക്കെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പുപ്പന്താടി പറഞ്ഞു വരൂലേ, അതുപോലെയാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. എനിക്ക് അറിയാൻ പറ്റാതായി പോയി. ഋഷിശൃംഗന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അയ്യോ, അമ്മയില്ലേ? അമ്മ അതായത് എന്നെ ഒരു മാൻ പെറ്റതാണ്. അപ്പം നിങ്ങളാണോ മാൻപറ്റ അപ്പുമാഷ്? അയ്യോ അതല്ല, എന്നെ ഒരു മാനാണ് പ്രസവിച്ചതെന്ന്. അതൊക്കെ ചുമ്മാ. അച്ഛനെ പിടിച്ച് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്ത് ആളെ കിട്ടും. ആണല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ അങ്ങനെ കിട്ടും. പക്ഷെ അച്ഛനെ സമയത്ത് കിട്ടില്ല. അതെന്ത്? അച്ഛന് ജോലി തിരക്ക്. അച്ഛനെന്തോ ജോലി? അച്ഛൻ ഈ തപസിന്റെ അംബാസിഡർ അല്ലേ? ഒരു ലോഡ് തപസൊക്കെ ഹോൾസെയിൽ ആയിട്ട് എടുത്തോണ്ട് വന്നിട്ട് പുള്ളി ഒറ്റക്കാലിൽ ഒറ്റ നിപ്പാണ്. എന്നിട്ട് തപസ് ചെയ്യും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അച്ഛനെ വെച്ചുള്ള സഹവാസം വിട്ടിട്ട് കുറച്ച് കൂട്ടുകാരായിട്ട് കൂടി നടന്നാ പോരെ? കൂട്ടുകാരുണ്ട്, മാനും മയിലും ഒക്കെ അല്ല എന്റെ കൂട്ടുകാർ. അവരുമായിട്ടാണ് ഞാൻ കളിക്കുന്നത്. അവരുമായിട്ട് എന്ത് കളിയാ കളിക്കുന്നത്? പബ്ജി. കാട്ടില് മാനുമായിട്ട് എന്ത് കളി കളിക്കാന്? കിടന്ന് ഓടും ചാടും, അതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ചായ തന്നതിന് നന്ദിയുണ്ട്, ഞാനെന്നാ അങ്ങോട്ട് പൊക്കോട്ടെ. എന്നും മമ്മൂട്ടി കളിക്കാതെ എന്റെ ചായയുടെ പൈസ കാട്ടിൽ ചായ കുടിച്ചാ പൈസ ഒന്നും കൊടുക്കൂല, പ്ലാവല പറക്കേ കൊടുക്കൂ. നിന്റെ പ്ലാവല വാങ്ങിച്ചാൽ ഞാനാണ് നിന്റെ മുട്ടനാണ്. അല്ലെന്ന്, എനിക്ക് അങ്ങനെ ശീലമില്ല. ശീലമില്ലെന്ന് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് എന്റെ ചായയുടെ പൈസ കിട്ടണം. പൈസ ഇല്ല, എന്റെ പൈസ ഇല്ല. പോയി വെള്ളം എടുത്തോണ്ട് വേടാ. ഈ മഴ മൊത്തം പെയ്യിപ്പിച്ചിട്ട് ഞാൻ ഒരു കുടം വെള്ളം കോരാൻ വേണ്ടി താഴെ പോകണമെന്നാ. പോയി വെള്ളം എടുത്തോണ്ട് വേടാ. യാഗവും കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ വരുന്ന വഴിയാണ്. ഞാൻ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ്, എന്നെ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാണ്. നിനക്ക് വെള്ളം എടുക്കാൻ പറ്റുമോ അതോ ഞാൻ നിന്നെ ചവിട്ടി ഇറക്കണം ഇവിടുന്ന്? ഞാൻ പോയിട്ട് വരാം. പോയിട്ട് അങ്ങോട്ട്. ഋഷിശൃംഗ, നാക്കേലും കയറി കടിച്ച്. കാട്ടിലാണെങ്കിൽ ഒറ്റ വിളി വിളിച്ചാൽ മതി, എക്കോ അടിച്ചങ്ങ് പോയേനായിരുന്നു. നാട്ടിൽ വന്ന് വിളിച്ച് തൊണ്ട കീറി കൊരവള്ളി ഇപ്പൊ പൊട്ടിയേനായിരുന്നു. ആരാ?
നാമിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അയ്യോ, ദേവന്റെ മിമിക്രി എനിക്ക് കാണണ്ട. അത് മിമിക്രി അല്ല. പിന്നെ ഈ നാമെന്ന് വെച്ചാലേ വടക്കം പോയി ലഭിക്കുന്ന ആള്. അയ്യോ, ഇത് വടക്കം പോലെയല്ല. പിന്നെന്താ? ഇതെന്റെ ജാടയാണ്. ഒരു പരിചയമില്ലാത്ത എന്റെ അടുത്ത് നീ എന്തിനാ ജാട കാണിക്കുന്നത്? ജാടയല്ല, ഇതെന്റെ ജടയാണെന്ന്. ഇതൊക്കെ വെട്ടിക്കളഞ്ഞൂടെ? ഇത് വെട്ടിക്കളഞ്ഞത് ജടയാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആ, അങ്ങനെ അടുത്തത് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല ആരാ അത്. ഞാൻ ഋഷ്യശൃംഗന്റെ അച്ഛൻ. ഒയ്യോ, ഇന്ന് എന്റെ സമയം കൊള്ളാം. വരുന്നത് മൊത്തം സെലിബ്രേറ്റ് ചെയ്ത്. പിന്നെ അടിക്കുന്നത് ഞാൻ പൊടി അടിച്ച് കളഞ്ഞല്ലേ. അങ്ങനെ ഇവിടെ അടിക്കാൻ മല നിറങ്ങി വന്നതാ. ഓ, ഇരുന്നോ. ഈ ചെറുക്കൻ എന്നോട് പറയാതെ ഏതോ പെണ്ണ് പറഞ്ഞ് മഴ പെയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ചാടിക്കെറിഞ്ഞു പോന്നു. ആ കാട്ടിൽ കിടന്നുള്ള പണിയെല്ലാം ഞാൻ ചെയ്യേണ്ട ഗതികേടാന്ന്. മാന് പുളിയരി വേവിച്ചു കൊടുക്കണം, സിംഹത്തിന്റെ കൃതാവ് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്നും അവൻ കഴുകുന്ന എന്റെ കിണ്ടി വരെ ഞാനിപ്പോ സ്വന്തമായിട്ട് കഴുകേണ്ട ഗതികേടാ. അതൊക്കെ മോശമല്ലേ? എന്തോ സ്വന്തം മോനെ കൊണ്ടുപോണ കിണ്ടി കഴിക്കുന്നത്. അവൻ കഴുകി കഴിഞ്ഞാൽ വല്ലാണ്ട് വെട്ടി തിളങ്ങും. പിന്നെ ഞാൻ ഈ പെണ്ണുങ്ങളെ കാണിക്കാതെ ആ ചെറുക്കനെ വളർത്തിയത്. അതെന്താ പെണ്ണുങ്ങളെ കാണിച്ചാല്? ഇത് പെണ്ണുങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ വഴി പഠിച്ചു പോകുമെന്ന്. വഴി പഠിച്ചു പോകുന്നുണ്ട്. അത്ര ഉറപ്പ്? അവൻ എന്റെ മകനല്ലേ. ആ, കൊള്ളാം. ഒരു ചായ എടുക്കാമോ? നിങ്ങൾക്ക് തന്നെ എടുത്താ പൊങ്ങത്തില്ലയോ? അതല്ലെന്ന്, ഒരു ചായ എടുക്കട്ടെ. ആ, ഒരു ചായ എടുക്ക. അതെന്താ? അടുപ്പിലൂതിയത്. ആ, ചാരം പറഞ്ഞുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു. പെട്ടെന്ന് ചായ എടുത്താ. അടുപ്പം കൂട്ടണോ? അടുപ്പം കൂട്ടിക്കോ. മധുരം കൂട്ടണോ? മധുരം കൂട്ടിക്കോ. പാല് കൂട്ടണോ? പാല് കൂട്ടിക്കോ. പക്ഷെ കണക്ക് മാത്രം കൂട്ടല്ലേ. ആ, പിടിച്ചേ. ആ, കിണ്ണം ചായ. ദേവരുത് നിങ്ങളുടെ ചെറുക്കൻ. ഏട്ടാ, അച്ഛൻ അച്ഛാ ഇങ്ങോട്ട് വേടാ. എടാ, ഇല്ലാത്ത മന്ത്രം പഠിപ്പിച്ച് ഉള്ള സംസ്കൃതത്തിന്റെ എനിക്കറിയാത്ത സംഭവങ്ങളെല്ലാം നിന്നെ പഠിപ്പിച്ച് തന്നത് കണ്ടോന്റെ ചായക്കട വന്ന് വെള്ളം കോരാനാണോടാ? അടിക്കരുത് അച്ഛാ, അടിക്കല്ലോ. യാഗം കഴിഞ്ഞ് പെണ്ണുങ്ങളൊക്കെ വരുന്നതാ. അടിക്കരുത്. വൈശാലിയെ കൂട്ടുകാരൊക്കെ വരുന്നതാ. ആ വൈശാലിയെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു, കണ്ടില്ല. പെട്ടെന്നുള്ള തിരക്കില് അടിച്ചോ. ഓക്കെ. നീ ഒരു പെണ്ണ് വിളിച്ചപ്പോ അവിടെ പുറകെ കയറി വന്നിട്ടാടാ? അച്ഛാ, ഞാനായണ്ട് അവളുടെ പിറകെ ഇങ്ങനെ നടന്നേ വന്നോളാന്. അച്ഛനായിരുന്നെങ്കിൽ എങ്ങനെ വരുമായിരുന്നറിയാവോ? ഒരു ഓട്ടോ വിളിച്ചിട്ട് തല വെളിയിട്ട് ഇങ്ങനെ വന്നാൻ അവളെ പിറകെ. എടാ, ഞാൻ നിന്നെ പെണ്ണുങ്ങളെ കാണിക്കാതെ വളർത്തിയല്ലേ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? ഞാൻ ഏതെങ്കിലും അവള് വരെ വീട്ടിൽ വിളിച്ചു വരുത്തിയാ നിനക്ക് കണ്ടാ തിരിച്ചറിയില്ലല്ലോ. അല്ല, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വന്നായിരുന്നല്ലോ, ഒരു സ്വാമി. നീളം ഒരു സൈഡും 4 ചുവന്ന പൊട്ടും. മാത്രമല്ല, നടന്നു പോയപ്പോ ഒരു കുണുക്കം ഉണ്ടായിരുന്നു. അച്ഛനെ പറ്റി അനാവശ്യം പറയല്ല. അച്ഛനെ സംശയിക്കില്ലേ? അച്ഛൻ മര്യാദക്ക് എന്നോട് കാട്ടിലോട്ട് വരാൻ നോക്ക്. അച്ഛൻ വന്ന് ഞാൻ വൈശാലി ഇല്ലാതെ എനിക്ക് വരാൻ പറ്റത്തില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ് അച്ഛാ. എടാ, വിശ്വാമിശ്രം എന്നോട് പറഞ്ഞ് നിന്നെ പറഞ്ഞ് ഉപദേശിക്കാൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നുണ്ട്. ആരാ പറഞ്ഞ? വിശ്വാമിശ്ര മഹർഷി. ഈ പുള്ളി വേറൊരു മേനക്ക് വന്ന് നൃത്തം ചെയ്യപ്പോ എടുത്താൽ ഓടിയ ആളല്ലേ? ഈ പുള്ളിയാണ് എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്നത്. എടാ, അത് നീ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ വരത്തില്ല. വരാനാ പറഞ്ഞത്? ഞാൻ വരത്തില്ല. എടാ, എന്റെ പുറകെ വരാൻ. അച്ഛൻ മുമ്പേ ആടാ. അതാ എന്റെ പുറകെ പറഞ്ഞ. ഞാൻ നിന്റെ പുറകെ വരാം. നമുക്ക് ആശ്രമത്തിൽ ചെന്നട്ടെ. എങ്ങോട്ട് പോവാ നീ? അല്ല, ഞാൻ വരാന്ന്. ഒരു യാത്രയെങ്കിലും പറഞ്ഞിട്ട് വരട്ടെ അച്ഛാ. പൊട്ടിയും കൊല്ലും നിന്നെ. മര്യാദക്ക് എന്നെ പറയവാടാ. നടക്കച്ചേ. അവിടെ ചെന്നിട്ട് വേണം മറ്റേ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടെ എല്ലാ കാര്യങ്ങളും. എന്റെ പുറകെ വരാനെ കൊണ്ടെന്ന്. ഇല്ല, എനിക്ക് വരാൻ പറ്റത്തില്ല അച്ഛാ. എനിക്ക് വൈശാലി അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. നീ ഇനി വൈശാലി ഓർക്കാൻ പാടില്ല. എന്ത്? നീ ഇനി വൈശാലി ഓർക്കാതിരിക്കാൻ വേണ്ടി എന്റെ ഒരു ട്രിക്ക് ഉണ്ട്. എന്ത്? നീ എല്ലാം മറന്നു പോട്ടെ. ഞാൻ രക്ഷപ്പെട്ട്. എന്ത്? ഇനി അച്ഛൻ പറയുമല്ലോ ക്ലൈമാക്സ്. ക്ലൈമാക്സ് ഞാനും മറന്നു പോകും. വെള്ളം തീർന്ന ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇനി ക്ലൈമാക്സ് ഞാൻ പറയണു. എടാ, ക്ലൈമാക്സ് ഇല്ലെങ്കിൽ നെഞ്ചും മരിച്ചിരുന്ന ആണുങ്ങളെ പോലെ ക്ലൈമാക്സ് ഇല്ലെന്ന് പറയണം. അല്ലാതെ ഒരു വൃത്തിയായിട്ട് പരിപാടി കാണിക്കരുത്. കേട്ടോ ദുഷ്ടന്മാരെ.